ഇതാണ് മഞ്ജു. മഞ്ജു പഠിത്തം എത്രയുണ്ട് മഞ്ജുവിന്റെ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ആയി 2 ഇയർ എടുത്തു. എക്കണോമിക്സ്, കമ്പ്യൂട്ടർ, DC എടുത്തിട്ടുണ്ട്. ജോലിക്ക് പോകാൻ ശ്രമിച്ചില്ലേ? പിന്നെ ജോലിയൊക്കെ കിട്ടുന്ന പുള്ളിക്കാരൻ വിടാഞ്ഞിട്ടാ. എവിടെ പോയാലും 2 ദിവസം, 1 മാസം, 2 മാസം ഇത്രത്തോളം ചെയ്തിട്ടുള്ളൂ. നല്ല നല്ല ജോലിയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ മെഡിക്കലിലൊക്കെ നിന്നാ. പുള്ളിക്കാരനെ ഈ മദ്യപാനവും വീട്ടിലെ ഈ ചീത്ത പറച്ചിലൊക്കെ കാരണം സ്കൂളിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ സ്കൂളിൽ വന്നിങ്ങനെ ചീത്ത പറയും. അതൊക്കെ കൊണ്ട് ലാസ്റ്റ് കോൺവെന്റിന്റെ കിച്ചണിൽ തന്നെ ഞാൻ 4 വർഷത്തോളം ചെയ്തു. അങ്ങനെ ചെയ്താൽ ഞാൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെയും ഒന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഏലക്കാട്ടിൽ പുള്ളിക്കാരൻ ഏലക്കാട്ടിലും വന്ന് എന്നെ ഉറക്കം ഒത്തിരി വൃത്തിയായിട്ട ഭാഷയിൽ ഒരുപാട് എന്നെ ചീത്ത പറയും. ഞാൻ സഹിക്കട്ടെ ദൈവം എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ഒത്തിരി വിശ്വസിച്ചിരുന്നു എൻ്റെ ഭർത്താവിന്. പക്ഷെ എനിക്കിനി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിന് 11 വയസ്സാവുക. ഞാൻ 4-5 സ്കൂളും മാറ്റി എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചത്. ഇനി എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ മഞ്ജുവിന്റെ വീട്ടില് മഞ്ജുവിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ അടുത്ത് തന്നെയാണോ മഞ്ജു താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒക്കെ കൂടെയാണ് താമസിക്കുന്നത്. അവരുടെ കീഴിലാണ് താമസിക്കുന്നത്. ഒരു കൊച്ചിനെയും വെച്ചോണ്ട്, ഈ 11 വയസ്സുള്ള ഒരു കുട്ടിയെയും വെച്ചോണ്ട് എനിക്ക് എൻ്റെ സ്ത്രീധനമായിട്ട് തന്ന മുതലും സംഘത്തിൽ നിന്ന് ലോണുകൾ എടുത്തത് മുഴുവൻ എനിക്ക് ഒരു ഓഹരി കാണിച്ചു തന്നു. ഷെഡിൽ താമസിക്കുമായിരുന്നു. അപ്പം എന്നെ വാടക വീട്ടിൽ ആദ്യം പോകാൻ പറഞ്ഞു. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളോട് മേഡം. ആദ്യം കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ തന്നെ ഞങ്ങൾ വേറെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അവിടെ നിന്ന് ഒരു കുഞ്ഞൊക്കെ ആയി വന്നതിന് ശേഷം ഇവരുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ഇവരുടെ വീട്ടിൽ കൂട്ടുകുടുംബത്തിൽ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർ വാടക വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയൊക്കെ കൂട്ടി വേറൊരു വീടുണ്ട്, കാലി വീട്. അല്ല, അനിയനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അനിയനും അനിയന്റെ വൈഫും കൂടെ ഉണ്ട്. എന്നെ കഴിഞ്ഞ് അവരാദ്യം മാരേജ് ആയത്. അത് കഴിഞ്ഞാണ് ഞാൻ ഇവരുടെ കുടുംബത്തിൽ ചെല്ലുന്നത്. അത് അന്നേരം കുടുംബത്തെ പ്രശ്നമാണ്. അവർ ജോലിക്കൊന്നും പോകത്തില്ല. അന്നേരം അനിയൻ ജോലിക്കൊന്നും പോകുന്നില്ല, അവരും ജോലിക്കൊന്നും പോകുന്നില്ല. ഈ അപ്പനും അമ്മയും വീട്ടില്ല. എല്ലാം ചെയ്തിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ കൊടുത്തി മാരേജ് ആയി. ആദ്യം പോയി കുരുമുളക് പറിക്കാനൊക്കെ പോയി അരിയെല്ലാം മേടിച്ച് അങ്ങനെയൊക്കെ കഴിയുമായിരുന്നു. ലാസ്റ്റ് വീട്ടിൽ കുടുംബത്തിൽ ചെറുതായിട്ട് പ്രശ്നം തട്ടിമുട്ടിയും വന്നപ്പോഴത്തേക്കിന് മറ്റാരും ജോലിക്ക് സാമ്പത്തികമായിട്ട് കുടുംബത്തിൽ സാധാരണ ഉണ്ടാകുന്ന കലവിലയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പപ്പ ഞങ്ങളടുത്ത് പറഞ്ഞു, മക്കളെ 2 പേരും കൂടെ ഒരുമിച്ച് താമസിക്കണ്ട, നിങ്ങൾ ഒരു കൂട്ടർ മാറാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, പപ്പ ഞാനല്ലേ മൂത്തത്, എന്നാൽ ഞാൻ തന്നെ അങ്ങ് മാറിയേക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ പപ്പായൊക്കെ കുറച്ച് സാധനമൊക്കെ തന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു വീട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് താമസിച്ചു. അല്ല, അമ്മ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വീടാണ്. അത് പൂട്ടി കിടക്കുമായിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന് താമസിച്ചു. അവിടെ താമസിച്ച ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 23 ദിവസമായപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു വീട് കിട്ടും, പള്ളിയിൽ നിന്നൊരു വീട് കിട്ടണം, അച്ഛൻ അനുവദിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ വന്ന് വീട്ടിൽ നോക്കിയപ്പോഴത്തേക്കിന് ഇവരെല്ലാം ഒരുമിച്ച് തന്നെയാണ്. ആ വീട് അനിയന്റെ പേർക്കാണ് കിട്ടുന്നത്. അനുവദിച്ച ആ വീട് അനിയന്റെ പേർക്കാണ് കിട്ടിയത്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു കുഴപ്പമില്ല, അപ്പായും മമ്മിയുമായിട്ട് യാതൊരു കുഴപ്പമില്ല. എനിക്ക് പപ്പായും മമ്മിയായിട്ട് യാതൊരു ഈർച്ചയില്ലാത്ത. പുള്ളിക്കാരൻ അന്നൊന്നും അധികം മദ്യപിക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ കുഞ്ഞിനോട് വലിയ സ്നേഹമാണോ? കുഞ്ഞിനെ ഇഷ്ടമൊക്കെ ആണല്ലേ? കുഞ്ഞിനെ വളരും തോറും കുഞ്ഞിലെയൊക്കെ കാര്യമായിരുന്നു. നമ്മൾ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് എടുക്കുന്നില്ല. കൊച്ചു ഓരോ സ്റ്റെപ്പ് മേളിലോട്ട് കയറുന്നതും കുഞ്ഞിനെ വെറുപ്പാവുക. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനോ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനോ ഒന്നും പുള്ളിക്കാരന് നേരമില്ല. പുള്ളിക്കാരൻ 24 വരും മദ്യപിക്കണം, ഇങ്ങനെ റോട്ടിൽ കിടക്കണം, എവിടെയെങ്കിലും ഒക്കെ കുടിച്ചിട്ട് വണ്ടിയും ഇങ്ങനെ ഇട്ടുകൊണ്ട് റേസ് ചെയ്ത് നടുറോട്ടിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്നെ ചീത്ത വിളിക്കും, അടിക്കും, ഒരുപാട് ഉപദ്രവിക്കും. ഇതെല്ലാം കടിച്ചു പറിച്ച്, ഇവിടെ എല്ലാം കടിച്ചു പറിച്ച് വെച്ചിരിക്കുന്ന ഇതും കടിച്ചു പറിച്ച് ഈ ഇവിടെ മൊത്തം പാടണം. ഈ കൊങ്ങാക്കുഴി എല്ലാം പിടിച്ച് കുത്തി, തലക്കിട്ടെല്ലാം ഇങ്ങനെ മർമ്മസ്ഥാനം നോക്കി കുത്തി, ഇതൊക്കെ ചെയ്യും. ഒരുപാട് ദേഹോപദ്രവമാണ് പുള്ളിക്കാരനെന്ന് എനിക്ക് കേൾക്കുന്നു. രക്തം കാണാതെ തൊട്ട് നിൽക്കത്തുമില്ല. പിന്നെ വീട്ടിലെ TV തല്ലി പൊട്ടിക്കുക. ഓരോ ദിവസവും കൊച്ചിനോട് ചോദിച്ചാൽ ഓരോ ദിവസവും TV തല്ലി പൊട്ടിച്ചിട്ട് കോടാലിയൊക്കെ എടുത്ത് ആ വീട്, പുതിയ വീട് വെച്ച വീട്, ഈ കോടാലി എടുത്തിട്ട് ഇങ്ങനെ വെട്ടാനായിട്ട്, കതക് വെട്ടിയ പാടൊക്കെ ഉണ്ട്. ഈ വെട്ടും, എന്നിട്ട് അലവാങ്കെടുത്ത് കൂത്തും ഭിത്തിക്കിട്ട് ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് ഞങ്ങളെ ഇട്ട് ഓടിക്കും. ഞാനും എൻ്റെ കുഞ്ഞും ഈ സൗണ്ട്, ഈ തെറി അങ്ങ് അക്കരെ നിൽക്കുമ്പോൾ കേൾക്കാം എനിക്ക് വിളിക്കുന്ന തെറി. ഇത് കേട്ടിട്ട് ഞാൻ പേടിച്ചിട്ട് എന്നാ ചെയ്യുമെന്നറിയാവോ? ഫ്രണ്ടിലെ ലൈറ്റ് വീഴാതിരിക്കണ്ട, മനുഷ്യൻ കയറി വരുമ്പോൾ മൊത്തം ടൈലിട്ടിരിക്കുക തിണ്ണ മുഴുവൻ. അത് സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി
ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഞാനും കൊച്ചും കൂടെ ഇറങ്ങി ആട്ടുംകൂട്ടി കയറി പമ്മയിരിക്കും. കയറി കിടന്ന് ഉറങ്ങുമെന്ന് അറിയാണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഓർക്കും ഞങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി എന്നോർത്തുകൊണ്ട് ചില ദിവസങ്ങളിൽ കയറി കിടന്ന് മിണ്ടാതെ കിടക്കും. ഈ ഉറങ്ങി കഴിയുന്ന സമയത്ത് ഞാൻ പതിയെ പമ്മി ഒന്ന് നോക്കും. കഥക് ചിലപ്പോൾ നല്ല അബോധാവസ്ഥയൊക്കെ ആണെങ്കിൽ കുറ്റി ഇടുകയല്ല, തുറന്ന് കിടക്കും. അന്നേരം ഞാനും കൊച്ചും വന്ന് കട്ടിലെ മിണ്ടാതെ കയറി കിടക്കും. ഈ 11 വയസ്സ് 10 വയസ്സോടെ ഈ കുഞ്ഞ് ഉണ്ടായ നാള് മുതൽ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ സമയത്തും നിങ്ങള് പിണങ്ങി നിങ്ങളുടെ വീട്ടിലായിരുന്നു കൂടുതലും താമസിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ആൾക്കാരുമായിട്ടാണ് താമസിച്ചിട്ടുള്ളത്. ഇവിടെ ഇയാളുടെ കൂടെ താമസിച്ചിട്ടുള്ള ദിവസങ്ങൾ കുറവാണ് ഇയാളുടെ വീട്ടിലെന്നാ പറയുന്നത്. ആഹാരം ഉണ്ടാക്കി വിളമ്പി കൊടുക്കാനൊരു താല്പര്യമില്ല. ഒന്നുമില്ല മാഡം. 4 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഏൽക്കും രാവിലെ. ഈ 4 മണി കയറ്റി കഞ്ഞിയും വെച്ച് കറിയും വെച്ച് എല്ലാ സാധനം വെച്ച്, അതും ബീഫും ചിക്കൻ ഇങ്ങനെയുള്ള സാധനം ഇല്ലാതെ പുള്ളിക്കാരൻ കഴിക്കുകയില്ല. ഇത് ഇല്ലെങ്കിൽ അഥവാ സാമ്പാറോ വല്ലതും വെക്കുവാണെങ്കിൽ അതിനകത്ത് തുപ്പും, കാർക്കിലിച്ച് തുപ്പും. ആ ചോറെടുത്ത് എൻ്റെ മോന്തയ്ക്ക് എറിയും. എൻ്റെ മോന്തയ്ക്കൊക്കെ കാർക്കിലിച്ച് എനിക്ക് സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ദുരിതമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് മാറിയച്ചേ. ഈ കാർക്കിലിച്ച് തുപ്പാന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വൃത്തികെട്ടവളാണ്. ഞാൻ അഴുക്ക് ചാലി കിടന്നു വന്നതാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോയി. എൻ്റെ കുഞ്ഞും കൊണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനപ്രയാസം. എൻ്റെ കുഞ്ഞിന് പുസ്തകം എടുക്കുമ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. പുസ്തകം എടുത്ത് കൊച്ചിരിക്കുമ്പോഴത്തേക്കിന് അപ്പൻ്റെ തെറിയാണ് കേൾക്കുന്നത്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. 48 മാർക്ക് ഏറ്റവും കുറഞ്ഞ മാർക്കായിരുന്നു എൻ്റെ കുട്ടിക്ക്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ എൻ്റെ കൊച്ചിനെ വിട്ടെ. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കൊച്ചിനെ എന്തിനാ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നേ? നീ പഠിച്ചിട്ട് എന്നാ കിട്ടിയത്? നിനക്കൊന്നും കിട്ടിയില്ലല്ലോ, നീ ഇപ്പോൾ അടുക്കളയിലല്ലേ പോകുന്നത്, നീ നിൻ്റെ കുട്ടിയെ ട്രൈബൽ സ്കൂളിൽ വിടും. എനിക്ക് ട്രൈബൽ സ്കൂളിൽ വിടാൻ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ പഠിച്ച് മേളിൽ ചെന്നപ്പോഴത്തേക്കിന് ഒരു ജോബിന് കയറിയപ്പം നല്ലൊരു ജോലിയാണ്. ഞാൻ ആ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്കിന് ഫുള്ള് കമ്പ്യൂട്ടർ കമ്പനി, അവിടെ ചെന്നപ്പം ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് ഫുള്ള് കംപ്ലീറ്റ് സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചിനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും മദ്യപിക്കുന്ന എൻ്റെ കെട്ടിയവൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ കൊച്ചിനെ അങ്ങോട്ട് വിടുന്നത്. അതും പുള്ളിക്കാരന് ഇഷ്ടമൊന്നുമില്ല. എന്തിനാ പഠിപ്പിക്കുന്നത് അങ്ങനെ എന്നൊക്കെ പറയും. അതൊന്നും മൈൻഡ് വെക്കാതെ ഞാൻ ഈ കുഞ്ഞിനെയും കൂട്ടി എൻ്റെ കൂട്ടത്തിലെ രാവിലെ കൊണ്ട് എവിടെയും ജോലിക്ക് വിടുകയില്ല. അപ്പോൾ കിച്ചണിൽ കൃത്യം 6 o'clock 6 മണിയാകുമ്പോൾ എൻ്റെ കുട്ടീനെയും വിട്ടി ആ കുഞ്ഞിനെയും വലിച്ചോണ്ട് റോഡ് എല്ലാവർക്കും അറിയാവുന്ന കേസ് കേട്ടോ. 6 മണിയെന്നൊരു സമയമുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ പണിയെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് മേഡം ഞാൻ പോകുന്നത്. എല്ലാ ആഹാരവും ഞാൻ വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് കുടിച്ചിട്ട് ഈ ചോറ് മടത്തി ഞാൻ അവിടെ ചെയ്യുമ്പോൾ കിച്ചണിൽ മടത്തി വരും. മടത്തി വന്നിട്ട് ഹോളിംഗ് ബെൽ അടിച്ചിട്ട് തെറി പറയുമ്പോൾ ഞാൻ ഫുള്ളാണ് ചെയ്യുന്നത്. സിസ്റ്റേഴ്സ് എല്ലാം ഡ്യൂട്ടിക്ക് പോകുന്നവർ എൻ്റെ ഫുൾ ഉത്തരവാദിത്തത്തിലാണ്. അത് തന്നെ എൻ്റെ ദൈവാനുഗ്രഹം. അല്ലെങ്കിൽ അവരെല്ലാം കാണും കിടന്ന് കൂത്ത് കാണിക്കുന്നത്. എന്നിട്ട് പിച്ചക്കാർ വന്നിരിക്കുന്നത് പോലെ ഇലയെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോറ് ചോദിക്കുക, അവിടെ നിന്ന് തെറി വിളിക്കുക. എന്നിട്ട് അവരെനിക്ക് വൈകുന്നേരം ചില ദിവസങ്ങളിലൊക്കെ ആഹാരം ഞാൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ആഹാരങ്ങൾ ഞാൻ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകും. സത്യം പറഞ്ഞാൽ ഞാൻ അവർ കാരണം ഇത്രത്തോളം പിടിച്ചു നിന്നത്. എൻ്റെ കടങ്ങൾ വീടി, എൻ്റെ പെര ഇത്രത്തോളമായി. പുള്ളിക്കാരൻ കൊണ്ടുവരും, പണിയുന്നില്ല. 1500 രൂപ പുള്ളിക്കാരൻ പണിത് ചില ദിവസം ടിപ്പറയിലൊക്കെ പോകും. ടിപ്പറയിൽ പോകുന്ന 2 ദിവസം, പിറ്റേ ദിവസം പോകണമെങ്കിൽ ഏക്കാൻ പറ്റത്തില്ല. അവർ വിളിക്കുന്ന സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്നാൽ പിറ്റേ ദിവസം അവിടെ പോകാൻ പറ്റത്തില്ല. ആ കമ്പനിയിലെ ജോലി പോയി. പിന്നെ വേറൊരു സ്ഥലത്ത് പോകും, അവിടെയും 2 ദിവസം. അങ്ങനെ പിന്നെ ഓട്ടോ ഓടി പുള്ളിക്കാരന് കൂടുതലും. ഈ വണ്ടി എടുത്ത് തന്നെ ഞാൻ മുദ്ര കുത്തിപ്പോയി. വണ്ടി എടുത്ത് എൻ്റെ സർവ്വ സാധനങ്ങളും തീർന്നു. പുതിയ വണ്ടി എടുക്കും. പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ്ടി പോയി എടുക്കും. അതിന് 30,000 രൂപ റെഡി കാശ് കൊടുക്കും. പിന്നെ CC ആണ്. ഈ CC അടയ്ക്കാൻ വരുമ്പോഴത്തേക്കിന് 2 മാസത്തെ കുടിശ്ശിക 6,000 രൂപ 12,000 രൂപ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കിന് പിന്നെയും ചെന്നിട്ട് കൂടപ്പുറപ്പിൻ്റെ അടുത്ത് ഞാൻ വഴക്കുണ്ടാക്കി. ഞാനില്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും ചേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവർ കെട്ടിവൻ കണ്ടും കാണാതെയൊക്കെ എത്രത്തോളം എന്നെ തന്ന് സഹായിക്കും. എൻ്റെ കൂടപ്പുറപ്പ് എന്നെ ശരിക്കും തന്ന് സഹായിക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ കൂടപ്പുറപ്പിനെ പറയുന്ന തെറി. ഒരു നേരത്തെ ആഹാരം എൻ്റെ കൂടപ്പുറപ്പ് എൻ്റെ ഭർത്താവിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെച്ച വീട്ടിൽ പുതിയതായിട്ട് പണിത വീട്ടിൽ ഒരു നേരം ആഹാരം ഞങ്ങളുടെ കൂടപ്പുറപ്പ് ഒന്നും കഴിച്ചിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ അടുപ്പിക്കുകയല്ല. പുള്ളിക്കാരി മദ്യപിച്ചിട്ട് വന്ന് അടിക്കുന്ന സമയത്ത് ഞാൻ ഓടി ചെല്ലുമ്പം പപ്പായുടെ അടുത്ത് അവൻ ഓടി ചെല്ലുവാണ്. കാരണം വേറെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഇവൻ്റെ കൂടെയാന്ന് പറയുമല്ലോ. അതോർത്ത് നേരെ ഓടി ചെല്ലും, പപ്പായുടെ അടുത്ത് ഓടി ചെല്ലുമ്പോഴത്തേക്കിന് ആദ്യമൊക്കെ പപ്പ കയറ്റിയിരുത്തുമായിരുന്നു. കാരണം അന്നൊക്കെ പുള്ളിക്കാരൻ മിണ്ടാതെ പപ്പായുടെ അടുത്ത് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞ തുടക്കത്തിൽ. പിന്നെ ഇപ്പോൾ കൂടി. പിന്നെ ഞാൻ ഓടി ചെല്ലുമ്പോഴത്തേക്ക് പപ്പ പറയും ഇനി ഇങ്ങോട്ട് വരണ്ട മഞ്ജു, പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞ് ഞങ്ങളെയും കൂടെ അടിക്കുക, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, എനിക്കും പയ്യ എൻ്റെ പെണ്ണുമ്പിളയ്ക്കും വന്നു, ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഞാൻ ഏലക്കാട്ടിൽ ചെന്ന് കുത്തിയിരിക്കുക, അടുത്ത വീടുകളിൽ പോയിരിക്കുക.
ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അയൽവക്കക്കാരെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന് എതിരായിട്ട്? പുള്ളിക്കാരനെതിരായിട്ട് അവിടെ ഉള്ളവരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒപ്പിട്ട് വെള്ള പേപ്പറിൽ ആ ഏരിയയിലുള്ളവരെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അതിനോട് ഒരു ദിവസം പുള്ളിക്കാരൻ അവിടെ അടച്ചാ തെറി പറയുന്നേ. കത്തി എടുക്കും, കുടിച്ചു കഴിയുമ്പോഴേ വെട്ടുകത്തി എടുക്കാം. അപ്പം ഈ വെട്ടുകത്തി എടുത്തിട്ട് അങ്ങ് റോഡിലോട്ട് ഇറങ്ങി അങ്ങ് നിൽക്കും. എന്നിട്ട് തെറിയാണ്, അങ്ങ് തൊട്ട് ഇങ്ങ് വരെ തെറി പറയും. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഇനി കെട്ടിവിനെ അടക്കി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് തന്നെ ഇവിടെ ആളെ ഇറക്കും, എന്നിട്ട് വിജേഷിനെ പൊക്കിക്കൊണ്ട് വന്ന് ഞാൻ എന്നെ ഒന്നും ചെയ്തേക്കല്ലേ, നിങ്ങൾ കൊടുക്കുവാണോ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവർക്ക് പേടിയാണ്. ഇപ്പോഴാണേലും പുള്ളിക്കാരനെതിരായിട്ട് പറയാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞു, ഞങ്ങൾ പറയാടി, പക്ഷെ ഒരു കാര്യം, ഞങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും നീ പറയാതിരിക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങൾ സാക്ഷി പറയാം എന്നവർ പറഞ്ഞു. ഇത്ര അയൽക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നാളെ അവിടെ കിടന്നുറങ്ങണം. മദ്യപിച്ചിട്ട് തരാം, ഒരുപാട് ഉപദ്രവിക്കും മാഡം, ഒരുപാടെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ വെളിയിൽ അറിയിക്കാൻ പറ്റത്തില്ലാത്ത. എൻ്റെ ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ ഇവിടം വരെ എൻ്റെ ഭർത്താവ് ചീറ്റ് ചെയ്തില്ല. ഞാൻ പണിത് അധ്വാനിച്ച് എൻ്റെ മുതലും പോയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എനിക്ക് എൻ്റെ ഭർത്താവ് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ മദ്യപാനം എനിക്ക് കൂടെ ഇനി താമസിക്കാൻ പറ്റത്തില്ല. എൻ്റെ പെൺകുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി എൻ്റെ ഭർത്താവിൻ്റെ ഒരിക്കലും ഇല്ല. എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ പിന്നെ ആ വീട് വെച്ചതും ഒക്കെ? പെര വെക്കുമ്പോഴൊക്കെ രണ്ടുപേരും കൂടെ മേഡം ഒരുമിച്ച് ആ പെര വെച്ചതെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പണിയുന്നു. പക്ഷെ കടബാധ്യത മുഴുവൻ എൻ്റെ പേരിലാണ്. JLG ഗ്രൂപ്പ്, SHG ഗ്രൂപ്പുകളിൽ നിന്ന് ലോണുകൾ എടുക്കും. അതായത് പുള്ളിക്കാരന് ലോണില്ല. ഒരു 50,000 രൂപ മാത്രം ഞാൻ JLG കൂട്ടി നല്ല രീതിക്ക് പോകുമല്ലോ, ഇത്രയും വർഷം പോയത് പോട്ടെ, 3-ാം വർഷമായി. അപ്പോൾ പെരയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കുഴപ്പമില്ലാതെ പോകുമായിരിക്കും എന്നോർത്തൊരു JLG ഗ്രൂപ്പ് കൂട്ടി യൂണിയൻ ബാങ്കിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്തു. ഈ പൈസയും പുള്ളിക്കാരൻ ഈ മുതൽ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സംഘത്തിൽ നിന്ന് ആദ്യം തൊട്ട് 5 രൂപ തുടങ്ങി ഇപ്പം 3 ലക്ഷം രൂപ വരെ ലോൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ലോണിൻ്റെ എടുത്ത പൈസകൾ മുഴുവൻ ഈ പെരയ്ക്കാണ് ഉപയോഗിച്ചത്. 5 ലക്ഷം രൂപയുടെ പെരയുണ്ട്. നല്ലൊരു പെരയാണ് മേഡം. അതിനകത്ത് എല്ലാ സാധനങ്ങളും എല്ലാ തിങ്സും ഉണ്ട് അതിനകത്ത്. ഒരു വീടിന് വേണ്ട, ചെറിയൊരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനവും അതിനകത്തുണ്ട്. ഓരോ മുറിയിലും TV മേടിച്ച് വെക്കും. എൻ്റെ കാശിക്ക് ശമ്പളം കിട്ടുമ്പോഴും എവിടുന്നേലും ലോണ് കിട്ടുമ്പോഴും, എന്നിട്ട് അതുപോലെ അത് തല്ലിപ്പൊട്ടിക്കും. പിന്നെ വിജേഷ് ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല സാധനങ്ങളൊന്നും. ഈ ലോണ് കിട്ടുന്ന പൈസക്ക് രണ്ടുപേരും ലോണ് കിട്ടുന്ന കാശ് എൻ്റെ കയ്യിലുള്ളപ്പം എന്നെ ഇങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഓട്ടോയായി, ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോ കട്ടപ്പന വരെ, അവിടെ നിന്ന് ഇങ്ങോട്ട്, പിന്നെ അങ്ങ് താങ്ങിച്ചാ. ആ പൈസ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇല്ല. ഇത് തന്നെ എല്ലാ വർഷവും ഈ രീതി തന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പോയി മേടിച്ചോണ്ട് ആ പൈസ തീരുന്നോളം വരെ ലോകം കാണിക്കും. പിന്നെ നേരെ ഇവിടെ കഞ്ഞിക്കരി ഇല്ലാത്തപ്പോൾ നേരെ വിളിച്ചു ചോദിക്കും, ചേച്ചിയെ എനിക്ക് അരിയില്ല, എനിക്ക് 500 രൂപ തരാമോ, ഞാൻ ഇപ്പം വരുവാ എന്ന് പറയും. എന്നാലും ചേച്ചി പറഞ്ഞു, എൻ്റെ വിജേഷം ഞാൻ എവിടുന്നാണ് തരുന്നത്. എന്നിട്ട് ഈയിടെ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് കൂടി വീട്ടിലൊന്നുമില്ലായിരുന്ന സമയത്ത് വിജേഷ് 1000 രൂപ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ അടുത്ത് പോയി മേടിച്ചോണ്ട് വന്ന. എന്നെ പറഞ്ഞു വിടും, എന്നെ മുന്നിൽ തള്ളി വിടും. അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങളിൽ ഈ പെര മേടിച്ചത് തന്നെ പെരയ്ക്ക് അപേക്ഷ വെക്കാനും പൂരിപ്പിക്കാനും എല്ലാം ഞാൻ പോകും. ലാസ്റ്റ് ചെക്ക് ഒപ്പിട്ട് ഇങ്ങനെ എഴുതി കയ്യിലോട്ട് തരും. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ഒപ്പ് വേണം. അന്നേരം പുള്ളിക്കാരനെ ഒപ്പിടാൻ വിളിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഈ ചെക്കും കൊണ്ട് നിൽക്കുക. കാരണം അവിടുന്ന് വരണ്ടേ, സാറ് വന്ന് ഒപ്പിട്ടാലേ എനിക്ക് അതങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ കയ്യിൽ കിട്ടത്തുമില്ലല്ലോ പൈസ. അല്ല, നല്ലൊരു വീടാണ് പറഞ്ഞു, നല്ലൊരു പെരയാ, നന്നായിട്ടാണ് വെച്ചേക്കുന്നത്. രവികുമാർ നിങ്ങളെ കുറിച്ച് കുറ്റങ്ങളോ കുറവുകളോ എന്നുള്ളതല്ല പറഞ്ഞത്. ആ പെൺകുഞ്ഞ് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. നിങ്ങളുടെ കൂടപ്പുറപ്പുകളായിട്ടുള്ളവരെല്ലാം സ്ത്രീകളാണ്, അവരും കുടുംബത്തിൽ താമസിക്കുന്നു. എല്ലാ മക്കളും അങ്ങനെ കഴിയുമ്പോൾ ഈ ഒരു പെങ്കൊച്ച് മാത്രം ദൂരെ പോയി നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പം നാളെ അതിൻ്റെ മനസ്സിനൊരു വിഷമം ഉണ്ടാകത്തില്ലേ? അപ്പം അതിൻ്റെ കാരണം ഈ ഒരു അന്തരീക്ഷമാണ്. ഇയാളുടെ മനസ്സിലായോ രവികുമാർ? ആ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് അച്ഛനും അമ്മയും അടിയുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും തെറി വിളിക്കുകയും നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയോ അവർ നിങ്ങളെ ഉപദ്രവിക്കുകയാണോ, എന്തായാലും അച്ഛനും അമ്മയും നിങ്ങളെ സഖിയിടുമ്പോൾ നിങ്ങൾ തിരിച്ച് ഉപദ്രവിക്കാറുണ്ടോ അയാളെ? ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല മാഡം. ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രത്തോളം ഇങ്ങനെ നിൽക്കുമോ? ആദ്യമേ തുടങ്ങിയപ്പോഴേ കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ പോയി നിന്നേനെ. 12-13 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് എത്ര പിള്ളേർ പോയി, എത്ര പിള്ളേർ ടാബ്ലറ്റ് കഴിച്ച് കളഞ്ഞു. ആണോ? പുള്ളിക്കാരന് മക്കൾ വേണ്ട. ഈ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഈ പെൺകുട്ടി ഉണ്ടായപ്പോൾ പറഞ്ഞു നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞാ. ആ ഒരു വ്യക്തിയാണ് ഞാൻ. 12 വർഷം, ഞാൻ 13 വർഷം എനിക്ക് കുടുംബജീവിതം നയിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ. എൻ്റെ വീട്ടിൽ റിട്ടേൺ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ പ്രായമായ അമ്മ, 6 ചേച്ചിമാർ, ഇവരുടെ കൂട്ടത്തിൽ വേണം, 6 ഒരു കുടുംബത്തിൽ വേണം ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെയും കൊണ്ട് തങ്ങാൻ. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത കാര്യമല്ല,
സത്യമുള്ള കാര്യം. ഇത് ഇല്ലാത്ത കാര്യം സത്യമായിട്ടുള്ള പറഞ്ഞാൽ കാര്യം. എനിക്ക് പഴയ മൊത്തം കുത്തി ഇളക്കേണ്ടി വരും. അത് കാരണം ഞാൻ കുടുംബമായിട്ട് മറ്റുള്ള ചേച്ചിമാർ ജീവിക്കുന്നത് ഞാൻ അവരുടെ കുടുംബം തകർക്കാൻ ബാധ്യസ്ഥനല്ല. ഞാൻ രേഖാമൂലം കറക്റ്റായിട്ട് ഞാൻ കൊണ്ട് ഹാജരാക്കും. എന്നെ കൊണ്ട് ഇളപ്പിക്കില്ല. അത് കാരണം ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ. നിനക്ക് നമുക്ക് രണ്ടിനും പ്രശ്നമുള്ള നമുക്ക് രണ്ടിനും പറഞ്ഞാൽ മതി. നീ ഇല്ലാത്ത കാര്യം പറയില്ലേ. നീ ഇത്ര പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞ ഒന്നും ഇല്ലാത്ത കാര്യമല്ല. ഉള്ള മൊത്തം ഉള്ള കുടുംബം കാര്യം. തകർന്നു ഏതായാലും പോകുന്ന ഇവിടം വരെ വഴി എത്തിയില്ലേ? നമുക്ക് രണ്ടിനും പ്രശ്നമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫോൺ കോളും മേഡം ഇവർക്ക് സപ്പോർട്ട് തന്നെ എൻ്റെ അയൽവക്കംകാർ ഏതൊരു പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് ഞാൻ സമ്മതിക്കും. അതിൽ എന്ത് ശിക്ഷ മുതലും ഞാൻ ഏക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഇത് എന്നെ കുറ്റം പറയുന്നവർ അവർ നല്ലവരായിരിക്കണം. അവരുടെ ഭർത്താവും നല്ലവരായിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് അവര് നല്ലവരായിരിക്കണം. നമ്മളെ നോക്കിയാൽ മതി, മറ്റുള്ളവരെ വിധിക്കാൻ പോകണ്ട. എനിക്ക് അത് നല്ല നല്ല ഒരു കാര്യം വിജേഷ് പറഞ്ഞത്. പിന്നെ മറ്റുള്ള ചെയ്യാനാണെങ്കിൽ ഞാൻ മൊത്തം വേറെ ആരെ പറ്റി എന്തിനാ പറയുന്നത്? നമ്മൾ പറഞ്ഞു അവര് അതാ ഞാനിപ്പം പറഞ്ഞു. ഞാൻ കാരണം നമ്മുടെ രണ്ട് കാരണം കൊണ്ട് ഈ പയ്യന്റെ മദ്യപാനം ഇതിനെല്ലാം കാരണം ആ സമയത്ത് അങ്ങനെ സ്വയം മറക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഈ കുടുംബം പ്രധാനമായിട്ടും കാരണം. അതാ ഞാൻ ആദ്യമേ പെൺകുട്ടി നല്ലപോലെ വേല ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു പെണ്ണ. അതിനൊരു ചികിത്സയും കാര്യങ്ങളും. സ്മിത, രവികുമാർ നല്ലപോലെ ജോലി ചെയ്യുന്ന പയ്യന്, പണം ഉണ്ടാക്കുന്ന പയ്യൻ, പക്ഷെ മദ്യപാനം നിങ്ങളെ നശിപ്പിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കുടികാരനല്ല. നിങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം അശ്ലീല വാക്കുകൾ ഒരുപാട് ഉപയോഗിക്കുമ്പം ഭയങ്കര മാനക്കേടുണ്ടാവും. അവരുടെ മുഖത്ത് തുപ്പുന്നു എങ്ങനെ സഹിക്കും? സ്വഭാവം ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല. ഞാൻ എന്നെ കിടത്തുകയല്ലോ കട്ടിലേല്. ചുമ്മാതൊന്നും അല്ല. 3 തവണ ഓരോരുത്തർ പെരുമാറുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഇല്ല. എന്നാ പിന്നെ തുപ്പനെ അടിച്ചാ പോരെ. ഇവിടെ ഈ എല്ലാം പൊട്ടിയിരിക്കുന്ന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ്. കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നു. അതിന്റെയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട്. ഈ കണ്ണ് കല്യാണത്തിന് വന്നിട്ട് ആ ചെറുക്കൻ ഞാൻ എന്നിട്ട് മാറി നിന്ന് ചേച്ചിയുടെ കൊച്ചിന്റെ കല്യാണത്തിന് എന്നിട്ട് എന്നിട്ട് അവനത് ഇങ്ങനെ സൂം ചെയ്ത് എടുത്ത് വലുതാക്കി കാണിച്ചു. ഇത് ഇങ്ങനെ കാണണമെന്ന് എല്ലാവരും. എന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ വണ്ടി ഓടിച്ചപ്പോ പോയി ഇടിച്ചതാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കള്ളത്തരം പറഞ്ഞു. സത്യോ വണ്ടി ഇടിച്ചെന്നുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. അറിയാന്നാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഇടിച്ചെന്നുള്ള സത്യം. ഇന്ന് വരെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒരു നേരത്തെ പറഞ്ഞത് അവര് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ശ്രമിച്ചപ്പോ ഓടിപ്പോയി പിടിച്ചപ്പോ കുത്തി വീണാണ്. വീഡിയോ പിടിച്ചെന്ന് പറയുമ്പോ വീഡിയോ അവരുടെ ഒരു കല്യാണ കാസറ്റിലുണ്ട്. ഞാൻ ആ വണ്ടി പണിത വർക്ക്ഷോപ്പിൽ അവരും വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് വന്ന് ഇടിച്ചതും ഈ സിറ്റോട്ടിന്റെ അവിടെ ഒന്ന് ഇടിച്ച് അവിടെ ഇടിച്ച് ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട്, അതായത് ഈ മണ്ണെണ്ണ കൂട്ടും ജാറുമായി പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് വിറക് കുത്തെന്ന് പറഞ്ഞാൽ കോടതി കേസ് ഫയൽ ചെയ്തേക്കുന്നത്. ഇത് വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞാൽ വണ്ടി ഇടിപ്പിച്ചതാണ്, വണ്ടി കൊണ്ട് ഇടിച്ചതാണ്. പിന്നെ അങ്ങനെയാണ് ഇവരുടെ ഈ മഞ്ജുവിന്റെ അമ്മയും മഞ്ജുവും കൂടി വണ്ടി തല്ലി പൊളിച്ചോ. അത് അതിൽ യഥാർത്ഥ സാക്ഷി കൊച്ചിപ്പോ ഉണ്ടല്ലോ, കൊച്ചിനോട് വിളിച്ചു നോക്കൂ. അന്നേരം ഇവർക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, എനിക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. വണ്ടി ഒന്നും തള്ളി പൊളിച്ചില്ല മേഡം. പുള്ളിക്കാരൻ ഇത്രയും വലിയ ഒരു പത്തക്കോലും എടുത്തോണ്ട് എന്നെ അടിക്കുക. അയലോകംകാർ ഒരു ചെറുക്കാൻ കാറിക്കൊണ്ട് റോഡിൽ കൂടെ എന്നെ വലിച്ചോണ്ട് വന്നു. ഞാനും കൊച്ചും വീട്ടിലോട്ട് ഇറങ്ങി ഓടി. രാത്രിക്ക് വീട്ടിൽ റോഡിൽ കൂടെ നടന്നു പോയാൽ ഒരിച്ചിരി ദൂരം ഒരു 3/4 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെല്ലും. എൻ്റെ അനിയത്തിയൊക്കെ താമസിക്കുന്ന വീട്ടിൽ ചെല്ലും. അപ്പം ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ഈ പുള്ളിക്കാരൻ കുടിച്ചിങ്ങനെ അലമ്പുണ്ടാക്കുന്ന സമയത്ത് ഓടുന്ന. അപ്പം അന്ന് ഞങ്ങൾ ഓടിയപ്പോഴത്തേക്കിന് ഞാൻ റോഡിൽ കൂടെ എന്നെ ഇട്ട് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴത്തേക്കിന് ഞാൻ കാറിയപ്പം അയലോകത്തുള്ള ഒരു കൊച്ചു അത് കണ്ടോണ്ടിരിക്കുക. അത് ചെറുക്കനും കണ്ടിട്ടുണ്ട്. വലിയൊരു ഇവരുടെ പ്രായമുള്ള ഒരു കൂട്ടുകാരൻ തന്നെയാണ്. അതും കണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ ഇത്രയും വലിയൊരു കട്ടക്കമ്പ് എടുത്തു എനിക്കിട്ട് അടിക്കാൻ വരും. ആ അടി അങ്ങാണ്ട് വണ്ടിക്കിട്ട് കൊണ്ടതാ. നല്ല കുടിയെന്ന് പറഞ്ഞാൽ നല്ല ലെവലും ഇല്ല. ഈ കാല് നിലയ്ക്ക് നിക്കത്തില്ല. നീ ഒരിക്കലും രക്ഷപ്പെടാൻ പാടാൻ മഞ്ജു. ഇപ്പോഴും പറയാ സത്യം, നിന്നെ തൂക്കിലൊന്നും വിധിക്കില്ല. ചെയ്ത തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം നിനക്ക് കിട്ടുന്നത്. അത് ചെയ്ത തെറ്റ് തിരുത്താനുള്ള എനിക്കും ഇവർക്കും ഈ ഓട്ടോ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടല്ലോ. പോലീസ് ഒരു വണ്ടി അന്ന് ആ ബഹളം നടന്നന്ന് ആരാണ്ട് വിളിച്ചു പറഞ്ഞതാ. അത് വിളിച്ചു പറഞ്ഞു. അവര് വന്നു. അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ട്. അവര് വിളിച്ചു. നമ്മൾ അന്വേഷിച്ചപ്പോ അതാണ് അവിടെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് പിന്നെ അത് വണ്ടി അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ചെന്നു. പക്ഷെ അത് അവസാനം അയാള് തന്നെ തല്ലിപ്പൊളിച്ചതാണ് എന്ന് വരുത്തി തീർത്തു. ഇല്ല മേഡം, പുള്ളിക്കാരൻ തന്നെ അടിച്ചു പിടിച്ച കണ്ട ആൾക്കാരുണ്ട്. ഒരു പ്രാവശ്യമല്ല, വണ്ടി മേളിൽ നിന്ന് വീടിന്റെ അവിടുന്ന് തള്ളി താഴോട്ട് റോഡിലോട്ട്. പിന്നെ ഞാൻ കോഴിക്കോടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് 4 പേര് പിടിച്ചാൽ പൊങ്ങയില്ലാത്ത കോഴിക്കോട് ഇത് പൊക്കി എൻ്റെ ഭർത്താവ് ഒരാൾ പൊക്കി ഈ കുടിയുടെ പുറത്ത്
റോഡിലിടും. രാവിലെ വരുന്ന ആൾക്കാർ റോഡിൽ കൂടെ നോക്കി ചിരിച്ചിട്ട് പോകും. പിന്നെ ഈ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ട് പറയുന്ന വാക്ക് ചീത്ത വർത്താനമാണ്. അത് ബൈക്കിൽ കൂടെ പോകുന്ന ചെറുപ്പക്കാർ പിള്ളേർ എൻ്റെ പേര് വിളിച്ചിട്ട് റോഡിൽ കൂടെ പിറ്റേ ദിവസം പോകുമ്പോൾ തലേദിവസം കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അബോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടോ? ഒന്നുമല്ല. ഞാൻ ടാബ്ലറ്റ് ആദ്യം ഈ കുഞ്ഞിന് 8 മാസമായപ്പം ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് നിർത്താതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞായി അതിനെ കൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് 15 ദിവസം ബ്ലീഡിങ് ആയി പോയായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് പോയായിരുന്നു. ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും പോയേക്കാം എന്നോർത്ത് ആരെയും അറിയിക്കണ്ട എന്നോർത്ത് എൻ്റെ കുഞ്ഞിനെ ആയിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് ജോലി ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ അടുത്ത് പോയി. അവിടെ ജോലിക്ക് ആദ്യം 8 മാസമായപ്പം അവിടെ ചെന്ന് തൽക്കാലം നിന്നു. 1 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് ജോലിക്ക് പോയത്. അന്നേരം ഈ പുള്ളിക്കാരൻ അവിടെ വന്നു, തപ്പി പിടിച്ച് അവിടെ വന്നായിരുന്നു. അന്നേരം അവർ പറഞ്ഞു സാരമില്ല, എങ്ങനെയും ജീവിക്കുന്നെങ്കിൽ ജീവിക്കുന്നു പറഞ്ഞ് അവിടെ എനിക്കൊരു വീടെടുത്ത് തന്ന് അരി സാധനങ്ങളെല്ലാം മേടിച്ചെന്ന് എൻ്റെ നാട്ടിലുള്ള ചേച്ചി. പുള്ളിക്കാരി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, പ്രസിഡൻ്റായിരുന്നു അന്ന് ഇവിടെ ആർണയിൽ. അപ്പം അവിടെ താമസിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കും, ഞാൻ ജോലിക്ക് പോകും, ചേച്ചി കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെ വെച്ച് രവികുമാർ ശവക്കുഴി വെട്ടുന്ന അത് മാഡം നല്ല പണി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരന് തൊഴിലൊന്നും ഇല്ലായിരുന്നു, ഡ്രൈവിംഗ് അറിയാം എന്നുള്ളതുള്ളൂ. അവിടെയൊക്കെ ചെല്ലണമെങ്കിൽ ലൈസൻസ് മസ്റ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ലൈസൻസ് ഇല്ല. അപ്പം ചേട്ടച്ചാർ തന്നെ ഇലക്ട്രീഷ്യനാണ്, ഗവൺമെൻറ് ജോലിയാണ് പുള്ളിക്കാരന്. അതായത് ചേട്ടൻ തന്നെ പുള്ളിക്കാരന് ലൈസൻസ് എല്ലാം എടുത്ത് കൊടുത്ത് 25,000 രൂപ മുടക്കിയതാണ്. ലൈസൻസും ജീവിതമാർഗം റെഡിയാക്കി കൊടുത്തു. 25 രൂപയാണ്, എത്ര 10-15 രൂപ ആയിട്ടുണ്ട് ലൈസൻസ്. ഇൻഷുറൻസ് കാർഡ് എടുത്ത് അത് ഡിപ്പോസിറ്റ് ചെയ്താണ് ലൈസൻസ് എടുത്ത്. അവിടുന്ന് ലൈസൻസ് എല്ലാം റെഡിയാക്കിയിട്ട് ജോലി മേടിച്ചു കൊടുത്തു. അത് പിന്നെ ജോലിക്ക് പോകുന്നതും പോകാത്ത അവരവരുടെ വ്യക്തിപരമായ കാര്യം. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അവിടെ ചെന്ന് നോക്കി എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഞാൻ അവിടെ ജോലിക്ക് പോയിരുന്നു. ഒരു ദിവസം 250 രൂപ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്ത് അവിടെ പോയി. ആ ജോലിയും കഴിഞ്ഞ് ഒരു ദിവസം കൊച്ചിനെ ലോകത്തിൽ നിന്ന് എൻ്റെ കൂടത്തിൽ 1 വർഷത്തോളം നിന്ന് നല്ല ലോകത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ പതിയെ ഇങ്ങോട്ട് കടത്തി വെച്ച് എന്നെ കൂടെ കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ട് തന്നെ അന്നേരം അവിടെ നിന്നാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ അബോർട്ടായി ആക്കി വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് 15 ദിവസം ബ്ലീഡിങ് എനിക്ക്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ കൊണ്ട് ഞാൻ അന്നേരം ബെഡ് റെസ്റ്റാണ്. അന്നേരം പുള്ളിക്കാരൻ എൻ്റെ കൂടെ വരത്തില്ല, എൻ്റെ ചേച്ചിയാണ് വരുന്നത്. ചേട്ടൻ പിള്ളേരുണ്ട്, അവർക്ക് 3 പിള്ളേരാണ്, കുഞ്ഞു പിള്ളേർ. എന്നാലും എന്നെ കൊണ്ടുപോകും. എൻ്റെ അനിയത്തി വയ്യാതെ കിടക്കാം, എന്നാൽ നീ കൊണ്ടുപോകും, അവനെ നോക്കുന്നില്ല, നീ കൊണ്ടുപോകാൻ പറഞ്ഞ് ചേച്ചി എന്നെ ഓട്ടോ പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിമാരും ഇവിടുന്ന് അവിടെ വന്നു. എനിക്ക് വയ്യാന്നായപ്പോഴത്തേക്കിന് അവിടെ നീ ICUവിലാണ് കിടക്കുന്നത്, നീ ഇങ്ങോട്ട് വരും. അന്നത്തേക്കിനും ചേച്ചി പറഞ്ഞാൽ നിനക്ക് ചോറല്ലേ വേണ്ടേ, ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി കഞ്ഞിയും കറിയെല്ലാം വെച്ച് കൊടുത്തു. പിന്നെ ഞാനൊരു കുറേ നമ്മൾ ഏക്കാറാകുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞാണ് എന്നും പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിങ്ങൾ ചേച്ചിയായിട്ട് വഴക്കുണ്ടായാണോ? അത് പുള്ളിക്കാരൻ തന്നെ വരുത്തി തീർക്കുന്ന വഴക്കാന്നുള്ളൊരു രീതി ആക്കുന്നതായി. എവിടെയും പുള്ളിക്കാരൻ നിൽക്കില്ല. പുള്ളിക്കാരൻ പുളിയമല കര വിട്ട ഏറിയ ചുറ്റുവട്ടം വിട്ട് പുള്ളിക്കാരൻ എങ്ങും നിൽക്കില്ല. ഇവരുടെ അമ്മാവന്മാർ തന്നെ ഈ ഇടയ്ക്ക് ഇത്രയും പ്രശ്നം മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു. അന്നേരം അടിച്ചിട്ട് വഴക്കുണ്ടായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ അങ്ങളെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതുപോലെ ഉപദ്രവിക്കാന്ന് പറഞ്ഞപ്പോൾ പിണങ്ങി എന്നെ അടിച്ചിട്ടേച്ച് പോയ പോക്കാം. ഇവിടുന്ന് പോയിട്ട് പൈസയൊക്കെ കടം ചോദിക്കും. കടം അടയ്ക്കാറാകുമ്പോഴത്തേക്കിന് പൈസ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് എന്നാ ചെയ്യും, ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഇങ്ങനെ നശിപ്പിച്ചാൽ എന്നാ ചെയ്യും, ഞാൻ പണിയുന്നത് വീട്ടിൽ ചിലവിന് എടുത്തു കഴിഞ്ഞാൽ കടം എങ്ങനെ അടയ്ക്കും, ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് പ്രശ്നം ഒന്നും കൂടെ മൂക്കും. അന്നേരം മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞ് ഒറ്റ പോക്ക് എന്നെ അടിച്ചിട്ടേച്ചു. അങ്ങനെയാണ് ഈ പുറന്തലയ്ക്ക് ഈയിടെ അടിച്ചത്. ഈയിടെ ഞാൻ പിണങ്ങി വരാൻ കാരണം അത് എൻ്റെ പുറന്തലയ്ക്കിട്ട് അടിച്ചിട്ട് ഞാൻ ബോധം കെട്ട് പോയതാണ്. അപ്പോൾ ഇങ്ങനെ പോകും. അന്നേരം അവരുടെ അമ്മാവന്മാരും ഇവിടുന്ന് മാറ്റി നോക്കി, മാറത്തില്ല. പുള്ളിക്കാരൻ ഏത് ദേശത്ത് എന്നാലും നിൽക്കില്ല. പുളിയമല ഒരു ചുറ്റുവട്ടമാണ് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട സ്ഥലം. ആ ചുറ്റുവട്ടം വിട്ട് എങ്ങും മാറത്തുമില്ല, അവിടെ വേണം തരും. അങ്ങനെ ഒരിതാണ്. നാട്ടിലാണേലും ചേച്ചിയൊക്കെ നോക്കി ലാസ്റ്റ് അവർക്ക് തന്നെ ഭാര്യയായിട്ട് തിരിച്ചിങ്ങോട്ട് പോകും. ശരി, ഞാൻ നിന്റെ പുറന്തലക്കിട്ട് അടിച്ചെന്ന് ആ ഡേറ്റ് ഒന്ന് പറയാം. പുറന്തലക്കിട്ട് അടിച്ചതാ മേഡം. ഒന്നാം മാസം മാർച്ച് മാസത്തിലാ പുള്ളിക്കാരൻ തലക്കിട്ട് അടിച്ചത്. സാറാസിന്റെ വണ്ടി ഓടിച്ചത് 4 മാസം ഉണ്ടെന്നല്ല ഞാൻ. സാറാസിന്റെ വണ്ടി എത്ര ദിവസം എത്ര നാൾ ഓടിച്ചിട്ടുണ്ടെന്ന് 2016 1-ാം മാസം ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പോന്ന 3 മാസം 45 ദിവസം വരെ സാറാസിന്റെ വണ്ടി ഞാൻ ഓടിച്ചു, ട്രാവലർ. അത് കഴിഞ്ഞ് നീരാക്കൽ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞ ഏറ്റുമാനൂര്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അതാ ചോദിച്ചാൽ ഡേറ്റ് നീ പറ, ഞാൻ നിനക്ക് ഇവിടെ ഈ മാസം പിണങ്ങി പോരേണ്ട രീതിയിൽ അന്ന് അടിയും പഴവും ഉണ്ടായിട്ടില്ല. ചീത്ത പറഞ്ഞ് ഞാൻ നേരിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, കാട്ടിപ്പ് ചീത്ത പറഞ്ഞില്ല.
പുറന്തലക്കിട്ട് അടിച്ച് അകന്തലക്കിട്ട് അടിച്ച് പുറന്തലക്കിട്ട് അടിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇവിടുന്ന് സാറാസിന്റെ കോട്ടയം പോയി മാർച്ച് മാസത്തില് പുറന്തലക്കിട്ട് അടിച്ച്. ഇവിടെ ഞാൻ മീൻ പെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒറ്റ അടിയാണ്ട് ഇവിടെ കിട്ട്. എന്നിട്ട് ഞാൻ ബോധം കിട്ടും ഇത് എന്നെ കളയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാ, ഞാൻ തല മന്നിച്ചിരിക്കുവാൻ്റെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയപ്പോഴത്തേക്കിനുണ്ടല്ലോ വെട്ടുകത്തി എടുത്തോണ്ട് വരുവാ, അടുത്ത വെട്ടുകത്തിയാ. എന്നിട്ട് ഇങ്ങനെ വെട്ട് കാണും. ഞാൻ എന്നിട്ട് ചാടി ഓടി, ഞാൻ വെളിയിലിറങ്ങി ഓടിയപ്പോഴത്തേന് ഈ മടലില്ലേ, മടൽ ചേച്ചി അടുത്ത വീട്ടിലെ ചേച്ചി ഇങ്ങനെ ചീക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ചേച്ചി ഒന്നും പ്രാർത്ഥനിക്കുന്നത് ബന്ധക്കോസുകാർ, അന്ന് അവരവിടെ ഇല്ല. എന്നിട്ട് ഈ മടൽ എടുത്തിട്ട് എനിക്ക് ഈ കാലിനിട്ട് ഇവിടെ എല്ലാം കരിവാളിച്ച് കിടന്നായി കാല് രണ്ടും. ഇവിടെ എല്ലാം അടിച്ചപ്പോഴത്തേക്കിന് താഴെ ഒരു വീട്ടിലെ പെങ്കൊച്ചിനോട് പറഞ്ഞു, എടി കൊച്ചെ എന്നെ തല്ലുവാ, എനിക്കിട്ട് ഇങ്ങനെ അടിക്കുവാ, ഞാൻ എന്നാ ചെയ്യുന്നത്, നിങ്ങളുടെ പേരും പറഞ്ഞാൽ വന്നതേ ഞാൻ അടിച്ചേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചി വേറൊരു ചേട്ടനെ പറഞ്ഞു വിട്ടു. ആ ചേട്ടൻ വന്നിട്ട് എടാ ബിജേഷ നീ ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇവളെ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വിട്ടാരെ, എന്നെ കൊല്ലാനല്ലേ താല്പര്യം, കൊന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് രണ്ടടി, പിന്നെ മടലും കൊണ്ട് എനിക്കിട്ട് തലക്കിട്ട് അടിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഓടിയിട്ട് ഈ കൊച്ചിനെ വിളിച്ചോണ്ട് ഞാനൊരു ഏലക്കാടാണ് മൊത്തം ചുറ്റും. ഈ ഏലക്കാട്ടി എൻ്റെ ഭർത്താവ് പോലും പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല, ആ കരയിലുള്ള ഒരു മനുഷ്യർന്നില്ല. ഞാൻ ആ കാട്ടിൻ്റെ പുറകിൽ ആ വീട്ടിൽ കല്യാണത്തിന് കണ്ട ആൾക്കാർ പോയേക്കുക. ആ വീടിൻ്റെ പുറകിൽ പോയി കുത്തിയിരുന്ന് ഞാൻ ഒരു 6-6:30 വരെ ഞാൻ അവിടെ ഇരുന്നു. 1 മണിക്ക് തുടങ്ങി ഇരുന്നിട്ട് 6:30 വരെ ഈ കുഞ്ഞിനെയും പട്ടിണിക്ക് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കും അവിടെ പോയി. എന്നിട്ട് സംഘത്തിൻ്റെ ആൾക്കാരെല്ലാം അവിടുന്ന് പറയുന്ന കേൾക്കാം മഞ്ജു വന്നില്ലെന്ന്. ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ നാണക്കടൽ ഇവിടെ എല്ലാം കീറിയിരിക്കുക. എന്നിട്ട് ഇവിടെ എല്ലാം മുഖമെല്ലാം ഇങ്ങനെ കരിവാളിച്ച് കിടക്കുക. ഇതും വെച്ചോണ്ട് ഞാൻ കയറി ചെന്ന് അവരുടെ അടുത്ത്. അവരും സാക്ഷിയാണ് അതിന്, പക്ഷെ വന്ന് പറയത്തില്ല. പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല. പറയത്തില്ല. സംഘത്തിന്റെ പ്രസിഡന്റ് ചെവിക്കൽ വിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയോ? കുടുംബശ്രീയുടെ ചെയർപേഴ്സണും നീ പറയുന്നത് സത്യസന്ധമായിട്ട് പറയാമെങ്കിൽ നീ ഇരിക്കും, ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യുക? സത്യസന്ധം എന്നും ജയിക്കുള്ളൂ. നീ എന്നാ പറഞ്ഞാലും കൊടുക്കും. എന്റെ നാട്ടുകാര് അല്ലെങ്കിൽ സംഘംകാര് കുടുംബശ്രീയിലുള്ളവരെ ഇപ്പൊ ഞാൻ നമ്പർ കുടുംബശ്രീ ചെയർപേഴ്സൺ നമ്പർ തരാം, സംഘത്തിന്റെ പ്രസിഡന്റ് നമ്പർ തരാം. ഇവരെ ചേർത്തി അനിത്യം വന്ന് ഗുണ്ടായുസം കാണിച്ചിട്ട് രാത്രിക്കിരായ കൊച്ചുറാണിനെ പറഞ്ഞു മദ്രാസിന് വിട്ടു. ഇല്ലെങ്കിൽ സംഘക്കാർ കേസ് കൊടുക്കും. അന്ന് ഞാൻ പറഞ്ഞു അറിവില്ല ചെയ്തതാണല്ലോ. ഞാൻ അടിച്ചിട്ടില്ല മാഡം, അടിച്ചില്ല. പുള്ളിക്കാരൻ അന്ന് പൈസ അടയ്ക്കാന്ന് സംഘത്തിൽ ഒരുപാട് ലോണും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്നും ഈ ഉപദ്രവവും വഴക്കുക. ആണ്ടില് 6 മാസം 8 മാസം ഇപ്പം ഈ പിന്നെ ഇവിടുന്ന് യോജിപ്പിച്ചേച്ച് വിട്ടേച്ച് 8 മാസം ഇതായിട്ടുള്ളൂ. ഒരു കേസ് പോയി പുള്ളിക്കാരൻ തന്നെ കൊണ്ട കൊടുത്ത കഴിഞ്ഞ വർഷം യോജിപ്പിച്ച് വിട്ട 8 മാസമായിട്ടുള്ളൂ. എവിടെ കേസ് കൊടുത്തത്? ചൈൽഡ് ഓഫീസില്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ. എന്റെ കൊച്ചിനെ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞു. എന്റെ കൊച്ചിനെ സത്യം പറയത്തില്ല. ഇവിടെ ഉണ്ടോ റെക്കോർഡെല്ലാം ഉണ്ട്, കോൾ റെക്കോർഡുണ്ട്. ഇവിടെ ഉണ്ടോ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് മദ്രാസിലാണ്. ഇപ്പറേ ഉണ്ട്. ഇപ്പൊ ചേട്ടന്റെ കൂടെ ആശുപത്രിയിൽ പോയേക്കുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയതിന് ഏകമാർഗ്ഗം ശരി ചൈൽഡിൽ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്താണ്. അന്നേരം കോട്ടയം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. ഇവർക്ക് ഇതൊരു കളയം കൃഷിയാണ്. അതാ പറഞ്ഞ നീ അത് വായിക്കണമെങ്കിൽ നീ കിളപ്പിച്ചിട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ വാക്കി മൊത്തം ജഗഞ്ഞിടും. ഏതായാലും ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറയോ, നീ ഉള്ള കാര്യം പറ, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ മോളെ കളി ഇവിടെ കൊണ്ട് നിൽക്കുകയല്ല. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. നീ കാരണം കൊണ്ട് മറ്റുള്ള കുടുംബം വരെ തകരും. ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. കൊച്ചിനെ സെന്റ് ജോസഫ് സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം. ഞങ്ങൾ ഇനി അന്നേരമാണ് കോൺഫറൻസിനും കൗൺസിലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോയി. പുള്ളിക്കാരനെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു. ഞാനോർത്ത് ട്രീറ്റ്മെന്റ് എടുത്തോളുമായിരിക്കും. അപ്പോൾ കൊച്ചിനെ ചൈൽഡിന്റെ തൊടുപുഴ ഓഫീസിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കോടതിയിൽ. അതാ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ തൊടുപുഴ കോടതിയിലൊന്നും കയറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ വേണേൽ നിങ്ങളുടെ കൂട്ടത്തിൽ വരാം. എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് പഠിച്ചോട്ടെ. അത് +2 വരെ ഉണ്ട്, അവിടെ B.Ed വരെ ഉണ്ട്. അത് നിന്ന് പഠിച്ചോട്ടെ. നല്ല സ്കൂൾ, ആ കൊച്ചി നിന്ന് പഠിക്കുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പവുമില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടും അവിടെ ചെന്ന് പുള്ളിക്കാരൻ എനിക്ക് കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞു. ലോകത്തിൽ നിന്നിട്ട് കഴുത്തിറക്കുന്ന രീതിയാണ്. കൊച്ചിനെ കൊണ്ട് ജീവിച്ച് ഞാൻ വേറെ അങ്ങോട്ട് പോവല്ലേ? വേറെ എന്റെ വേറെ തന്തയല്ലെന്ന് പറഞ്ഞ കഴുത്തിറക്കുന്ന രീതി. എന്റെ കൊച്ചിനെ കാണേണ്ട കടമ എനിക്കുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊച്ചിനെ കണ്ടോട്ടെ, അടുത്ത് കൊച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോട്ടെ, ഞാൻ അത്ര പറഞ്ഞുള്ളൂ. പക്ഷെ എൻ്റെ പെൺകൊച്ചിനെ 11 വയസ്സാണ്. ഞാൻ പെറ്റ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല. അപ്പൊ നിന്റെ ചേട്ടത്തിലെ ഭർത്താവ് ഒരാണല്ലേ, അവന്റെ കൂടെ നിർത്താൻ എനിക്കും താല്പര്യം.